സ്ത്രീകളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് ഏതെങ്കിലും ആഭിചാര ക്രിയയുടെ ഭാഗമാണോ എന്ന കാര്യമാണ് SIT ഇപ്പോൾ കുഞ്ഞു വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതിനുശേഷം അതിജീവിത ഗർഭിണിയാകുന്നതോടെ അതിനെ നശിപ്പിക്കാൻ നിർബന്ധം നശിപ്പിക്കുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശുക്കളെ കൊല്ലുന്നു, അതായത് ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന ശിശുക്കളെ കൊല്ലുന്നത് എന്തിന് എന്നുള്ളത് SIT ഇപ്പോൾ പുതിയൊരു അന്വേഷണം തുടക്കമിട്ടിട്ടുണ്ട്. അതിൽ ഏതാണ്ട് കൺക്ലൂഷനിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ആഭിചാര കർമ്മത്തിന്റെ ഭാഗമായിട്ടാണോ, തൻ്റെ പ്രശസ്തിയും യശസ്സും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു വാർത്തയായിട്ട് വരുന്നത്. ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാണ്, ചിലപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു മൈൻഡുള്ള, ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ആ തെളിവിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ എല്ലാവരും പറയുന്നുണ്ട് അവളുടെ സമ്മതം മൂലമാണ്, അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതം മൂലമാണ് ഇവർ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതും ഗർഭം ധരിക്കുന്നതും ഗർഭം അലസിപ്പിക്കുന്നതും ഒക്കെ പറയുന്നു. ഓക്കെ, ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിക്കുന്നു, ശരി തന്നെയായിരിക്കും. ഈ പറയുന്ന 3 പേര്, നിലവിൽ കൊടുത്ത 3 പേരും ഉഭയകക്ഷി പ്രകാരം തന്നെയാണ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടത് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്. ഈ ഉഭയകക്ഷി പ്രകാരമാണെങ്കിൽ കൂടി അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവന്ന രീതി, ഇയാൾ ആരാണ്? ഇതൊരു പൊതുപ്രവർത്തകനാണ്. അതുമല്ല, ഇവിടെയൊക്കെ ഒരു ഭ്രൂണത്തെ ഒരു ജീവനെ കൊന്നിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു സത്യം എല്ലാവരും മറന്നു പോകുന്ന, അല്ലെങ്കിൽ പിന്നെ എടുത്തു പറയാത്തൊരു സത്യമുണ്ട്. ഈ ഭ്രൂണാവസ്ഥയിൽ എത്ര ജീവനെയാണ് അവൻ കൊല്ലുന്നത് എന്നുള്ളത്, അല്ലെ? എന്തോ അവന്റെ ഉഭയകക്ഷി സമ്മതം മൂലമാണെന്ന് തന്നെ കരുതിക്കോ. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഇതുപോലുള്ള പിന്നീട് ഭർത്താവുമായി ജീവിക്കാൻ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ചയുള്ള പെൺകുട്ടികളെ കണ്ടുപിടിക്കുകയും അവരിലേക്ക് ഞാനാണ് ഇതിന്റെ രക്ഷകൻ എന്ന് അവരെ വിശ്വസിപ്പിക്കുകയും അതിനുശേഷം അവരെ ഗർഭിണിയാക്കുകയും പിന്നീട് ഈ ഗർഭസ്ഥ ശിശുവിനെ, അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന ശിശുവിനെ കൊല്ലുകയും ചെയ്യുന്നു. മനസ്സിലായി? അപ്പൊ അവിടെ കൊല്ലുകയാണ്, ഒരു കൊലപാതകം നടക്കുകയാണ്. നാളെ ജീവനോടെ പുറത്തു വരേണ്ട എത്ര ഭ്രൂണത്തെയാണ് അവൻ കൊന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയാണ്. അവൻ ഇനി ഈ പറഞ്ഞതുപോലെ ഒരു പ്രവർത്തകനായിട്ട് നിൽക്കാനുള്ള യോഗ്യത അവൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? പേജ് 10 സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു സാധനം. എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് ആ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് 100% ശരിയായിരിക്കും, ഇങ്ങനെ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് നമുക്ക് ആ ഒരു വാർത്ത നമുക്ക് വെച്ച് നോക്കാം, എന്നിട്ട് പുള്ളി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പോകുന്നത് ഏറ്റവും പുതിയതായി SIT പരിശോധിക്കുന്ന സാധ്യതയിലേക്കാണ്. രാഹുൽ സ്ത്രീകളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് ഏതെങ്കിലും ആഭിചാര ക്രിയയുടെ ഭാഗമാണോ എന്ന കാര്യമാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് SIT എത്താൻ 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് രാഹുലിന്റെ ക്രൈം രീതി തന്നെയാണ്. അതായത് കുഞ്ഞു വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു, അതിനുശേഷം അതിജീവിത ഗർഭിണിയാകുന്നതോടെ അതിനെ നശിപ്പിക്കാൻ നിർബന്ധം നശിപ്പിക്കുന്നു. ഔദ്യോഗികമായി പരാതി നൽകിയ 2 സ്ത്രീകൾക്കും സംഭവിച്ചത് ഇത് തന്നെയാണ്. പരാതി ഇതുവരെ നൽകാത്ത മറ്റൊരു മാധ്യമ പ്രവർത്തകരുടെ കാര്യത്തിലും സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു ജീവനുണ്ടാക്കി നശിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനെ ബലി നൽകുന്ന രീതി. ഇങ്ങനെ ബലി നൽകുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന അന്ധവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ലൈഫിന് ബലം നൽകും. ഓക്കെ, ഇതാണ് അവർ പറയുന്ന കാര്യം. അതായത് ഈ 2 പരാതികൾ വന്നിട്ടുണ്ട്. 2 പരാതികളുടെ രീതി ഇത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ബന്ധം സ്ഥാപിക്കുന്നു, ഗർഭിണിയാക്കുന്നു, അതിനുശേഷം അവരെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുമല്ല, വേറൊരു പരാതിയും കൂടി ഉണ്ട് എന്ന് അത് ഇതുവരെയായിട്ടും ഏതോ ഒരു പിന്നീട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകയുണ്ട്, അവർ ഇതുവരെയായിട്ടും വെളിയിൽ വന്നിട്ടില്ല. അവരുടെ അടുത്തും ഇതേ രീതിയിൽ തന്നെയാണ് ഇവൻ അപ്രോച്ച് ചെയ്തത് എന്നുള്ളത്. ഇത് ചെയ്തത് മറ്റൊന്നുമില്ല, തൻ്റെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, തനക്ക് പ്രശസ്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആഭിചാര ക്രിയയുടെ ഫലമായിട്ടാണോ ഇവൻ ഇതുപോലെ ചെയ്യുന്നത് എന്നുള്ളതാണ് SITയുടെ സംശയം. ഇനി അതിന് അവർക്ക് ആക്കം തൂക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അവരെ നയിച്ച കാരണങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. എന്നതാണ് രണ്ടാമത്തെ കാരണം. അത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ പേര് പറഞ്ഞു വിളിക്കുന്ന രാഹുലിന്റെ രീതിയാണ്. നമുക്ക് അറിയാവുന്ന 3 കേസുകളിൽ കുഞ്ഞാറ്റ എന്നും തുമ്പി എന്നും റൂഹ് എന്നുമൊക്കെയാണ് രാഹുൽ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വിളിച്ചത്. എന്നിട്ടാണ് അതിനെ ക്രൂരമായി നശിപ്പിക്കാൻ നിർബന്ധിച്ചത്. അതായത് ജനിക്കും മുമ്പ് കുഞ്ഞിന് പേരിട്ട ശേഷം ബലി കൊടുക്കുക. അതാണോ രാഹുൽ ചെയ്യുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ചോദ്യം. SIT ഓക്കെ, ജനിക്കും മുമ്പ് കുഞ്ഞിന് പേരിട്ട് നശിപ്പിക്കുക, അതായത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ ഒരു പേരിടുക.
പേരിട്ട്, അതായത് സ്വന്തം മകളാണ് അല്ലെങ്കിൽ സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം കുഞ്ഞാണ് എന്ന് തന്നെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിച്ചതിന് ശേഷം അതിനെ പുറത്തു വരാത്ത രീതിയിൽ അല്ലെങ്കിൽ പുറത്തു വരുന്നതിന് അതിനെ കൊല്ലുക. ഇതാണ് അവൻ്റെ ആ ഒരു ഓപ്പറേഷൻ രീതി. മനസ്സിലായോ? അതായത് ആദ്യം ഈ പറയുന്ന പെണ്ണുങ്ങളെ എന്തിനും അപ്രോച്ച് ചെയ്യുന്നു, അവരുമായിട്ട് ലോഹ്യം സ്ഥാപിക്കുന്നു, ഞാനല്ലാതെ വേറെ ആരുമില്ല, ഞാൻ തന്നെ കെട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, അവരെ കറക്കിയെടുത്തതിന് ശേഷം അവരെ ഗർഭിണിയാക്കുന്നു. ഗർഭിണിയാക്കിയതിനു ശേഷം ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിന് അവനൊരു പേര് കൊടുക്കുന്നു. 3 പേര് പുള്ളി പറയുന്നുണ്ടല്ലോ. 3 പേരൊക്കെ ഇട്ടിട്ട്, അതായത് സ്വന്തം അച്ഛനായി എന്നുള്ള രീതിയിലായിട്ട് ആ കുഞ്ഞ് പുറത്തു വരും മുമ്പ് അതിനെ കൊല്ലുക എന്നുള്ളതാണ് അവന്റെ രീതി. അടുത്തത് ഇങ്ങനെ നിഗമനത്തിലേക്ക് എത്തുന്നതിനുള്ള മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ അത് രാഹുലും കുടുംബാംഗങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആഭിചാര ക്രിയകൾ പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ചാത്തൻ സേവയും മറ്റുമുള്ള ക്ഷേത്രത്തിൽ രാഹുൽ പോകാറുണ്ട് എന്നുള്ള വിവരം രാഹുലിന്റെ മുൻ സുഹൃത്തുക്കൾക്ക് ഉണ്ട്. തൃശ്ശൂരിലുള്ള ഒരു ക്ഷേത്രത്തിൽ രാഹുലിന്റെ കുടുംബാംഗങ്ങളും പോകാറുണ്ടെന്നുള്ള വിവരം SITക്ക് കിട്ടിയിട്ടുണ്ട്. രാഹുലിന്റെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് പിന്നിൽ ഇത്തരം ക്ഷേത്രങ്ങളുടെയും ആഭിചാര ക്രിയകളുടെയും പിൻബലമുണ്ടെന്ന് കുടുംബവും രാഹുലും വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് SIT ഇതിലൂടെ. ഓക്കെ, ഇതിലവർ പറയുന്ന മൂന്നാമത്തെ കാരണം ഇതാണ്. അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ആഭിചാര കർമ്മങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം. അതായത് ഈ പറയുന്ന ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട് ചാത്തൻ സേവയെ അവൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാരണം ഇവന്റെ കുടുംബവും സ്ഥിരമായിട്ട് അടുത്തുള്ള പല ചാത്തൻ സേവാ ക്ഷേത്രങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും, അതുമല്ല ഇവന്റെ പെട്ടെന്നുള്ള ഈ ഉയർച്ചയ്ക്ക് കാരണം ഈ ഒരു ചാത്തൻ സേവയാണോ എന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നു എന്നും ഈ പറയുന്ന SIT വളരെ ഗൗരവപരമായിട്ട് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഈ പുള്ളി പറയുന്നത്. പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസ്തരായ ചില ഹിന്ദു പണ്ഡിതരിൽ നിന്ന് SIT അംഗങ്ങൾ വിവരങ്ങൾ തേടിയിരുന്നു. ഇത്തരം ആഭിചാര ക്രിയകൾ ഉണ്ടോ, രാഹുലും കുടുംബവും സന്ദർശിച്ച ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SIT അംഗങ്ങൾ ഈ ഹിന്ദു പണ്ഡിതരിൽ നിന്ന് അന്വേഷിച്ചത്. അപ്പോൾ ഇതൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഹിന്ദു പണ്ഡിതരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള വിശ്വാസം നിലവിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ വളരെ ഇറങ്ങിച്ചെന്നവരെങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ കാര്യമാണ്, കെ സുധാകരൻ. അദ്ദേഹവും കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വീഡിയോ ഓഡിയോ തെളിവുകളായി നിൽപ്പുണ്ട്. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ തകിടുകൾ, കുപ്പികൾ, മനുഷ്യരൂപങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപങ്ങൾ, ഇതെല്ലാം തനിക്കും കുടുംബത്തിനുമെതിരെ ആഭിചാരം ചെയ്തതാണ് എന്ന് സുധാകരൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. അതേ സുധാകരനാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും അടക്കം തള്ളി പറഞ്ഞിട്ടും രാഹുലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. അന്ന് സുധാകരന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു കർമ്മിയായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ നിന്നുള്ള കർമ്മി. മറ്റൊരു കാര്യം, ഓക്കെ, പിന്നെ ഇവരെടുത്തു പറയുന്ന മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല, കെ സുധാകരൻ. നമുക്കറിയില്ല, ഈ കോൺഗ്രസ്സുകാർ മിക്കവാറും ഇവനെ രാഹുലിനെ തള്ളി പറഞ്ഞത് കെ സുധാകരനാണ് രാഹുലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊടുക്കുന്നത്, അല്ലേ? അതായത് രാഹുൽ വളരെ മാന്യനാണ്, അവൻ തെറ്റുകാരനൊന്നുമല്ല, നമ്മൾ അവനെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഈ സുധാകരന് മുമ്പേ നമുക്കറിയാം പല ആഭിചാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ പറയുന്ന കെ സുധാകരൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണണം. അതും കൂടി ഞാനിവിടെ വെച്ചുതരാം. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. ഓക്കെ, കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: നമ്മുടെ പാർട്ടി കോൺഗ്രസ് ആണ്, നമ്മൾ ആരും അവനെ അവിശ്വസിക്കുന്നില്ല എന്നാണ് കെ സുധാകരൻ. പക്ഷേ കോൺഗ്രസ്സുകാരിലെ മുഖ്യ ഉന്നത നേതാക്കളൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഉഭയകക്ഷി പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണെങ്കിൽ കൂടി ഇവനൊരു ഒരു പൊതുപ്രവർത്തകനാണ്. ഇവൻ ഒന്നല്ല രണ്ടല്ല, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് 3ആണ്. പുറത്തു വരാനുള്ളത് ഇനി ഒരുപാടുണ്ട്. ഇത് ഇവന്റെ സ്ഥിരം പണിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈംഗിക വൈകൃത സ്വഭാവമുള്ള ഇവൻ ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. ഒരു സൈക്കോയാണ്, ഒരു സൈക്കോപാത്താണ് ഈ പുള്ളി എന്നുള്ളതിന് ഒരു സംശയമില്ല. ഒരു സൈക്കോപാത്താണ് അവൻ. ഇനിയും ഈ സൈക്കോപാത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് വരുന്ന ഒരു തീരുമാനം കൊണ്ടെടുത്ത ഒരു സംഭവമല്ല. അതായത് ഒരു സൈക്കോപാത്തൊക്കെ അവന്റെ മനസ്സിൽ ഉള്ളിനകത്ത് അത് ഓൾറെഡി ഉണ്ട്. അത് അവൻ എത്ര കാലം നമ്മളിപ്പം വെറുതെ വിട്ട് വീണ്ടും അവനെ ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതിന് അവൻ വീണ്ടും ഇത് ചെയ്യും.
ഇതിലാണ് അവൻ ഹരം കണ്ടെത്തുന്നത്. അതായത് ഇവൻ മിക്കവാറും ഇവൻ നോട്ടം ഇടുന്നത് ഭാര്യ, അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ എന്ത് ചെയ്യുക, പിന്നെ വളച്ചെടുക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അതിൽ അവർക്ക് ആദ്യം ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു ബെസ്റ്റിയെ പോലെയൊക്കെ നിന്നുകൊണ്ട് അവർക്ക് സാന്ത്വനം നൽകുക. അതിനുശേഷം പതുക്കെ അവരുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, ഞാൻ നിന്നെ ഏറ്റെടുത്തു കൊള്ളാം, നിന്റെ ഈ പറയുന്ന നിന്നെ ഞാൻ ജീവിതകാലം മൊത്തം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവർക്കൊരു ഹോപ്പ് കൊടുക്കും. അപ്പം മറ്റുള്ള സ്ത്രീകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഓൾറെഡി ഈ കുടുംബത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അവർ കാണുന്നത്. അവിടെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെല്ലുമ്പോൾ ഇവൻ ഇതിന് ആദ്യം അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തു വളരെ സ്നേഹത്തോടു കൂടി അടുത്തതിന് ശേഷം നിന്റെ ഈ സങ്കടങ്ങളെ കേട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു, എനിക്ക് തന്നെ പിന്നീട് ഭയങ്കര സങ്കടം തോന്നുന്നു, എന്തായാലും നിന്റെ ജീവിതം ഞാൻ ഇനി നോക്കിക്കോളാം, നിനക്ക് ഞാനൊരു തുണയായിട്ട് വന്നോളാം, നീ ഒരു കാര്യം നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു യുവതി കേൾക്കുന്നു. അതുമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഒരു പൊതുപ്രവർത്തകനാണ്. നാളെ ഭാവിയിൽ ഈ പറയുന്ന മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ, കാണാൻ സുമുഖൻ. ഇതൊക്കെ വരുമ്പോൾ ഏത് പെൺകുട്ടിയും എന്ത് ചെയ്യാം, അതിലേക്ക് വീണ് പോകും. മനസ്സിലായോ? അതിലേക്ക് വീണ് പോകും. പിന്നെ ഇവന്റെ ആ ഒരു സംസാര രീതിയൊക്കെ അങ്ങനെയാണ്. കാരണം ഞാൻ തന്നെ അത്രമേൽ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നിലൊരു കുട്ടി വേണമെന്നൊക്കെ പറയുമ്പോൾ അതൊരു സൈക്കോപാത്തെന്ന് ആരും വിചാരിക്കില്ല. എനിക്ക് നിന്നിലൊരു കുട്ടി വേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ, ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തുള്ളവരാണെങ്കിൽ പതുക്കെ വന്ന് എന്ത് ചെയ്യണം, ഒരു ഒളിയം പഠിച്ച് അല്ലെങ്കിൽ പറയുന്നത് അവന്റെ കാര്യം സാധിച്ചിട്ട് പോകാനും നോക്കി. ഇവൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇവൻ പറയുന്നത് നമുക്ക് കല്യാണം കഴിക്കാം, അതിന് മുമ്പ് എൻ്റെ ചോരയിൽ തന്നെ നീ ഗർഭിണിയാകണം, നീ പ്രസവിക്കണം, എനിക്ക് നിന്റെ ചോരയിൽ അല്ലെങ്കിൽ നിന്റെ വയറിൽ അല്ലെങ്കിൽ എൻ്റെ ചോരയിൽ എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണിന് അത് വിശ്വാസമാണ്. മനസ്സിലായോ? ഒരുത്തൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ നിരോധ പോലുള്ള ഗർഭനിരോധന ഉറകളെ കുറിച്ചൊന്നും പറയുന്നില്ല, മറ്റുള്ളവരെ അറിയുമെന്നുള്ള പേടിയില്ല, ഒന്നുമില്ല. എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ ഇവൻ ഈ സത്യസന്ധനായി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവൻ തന്നെ എന്ന് ഉറപ്പായിട്ടും പെൺകുട്ടികൾ വിശ്വസിക്കും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ എന്ത് ചെയ്തു, ഇവരെ ഈ പറഞ്ഞതുപോലെ മയക്കി എടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് അവസാനം ഗർഭിണിയാക്കുന്നതിനും ഇവനൊരു ഇതുണ്ട്. അതായത് ഓവുലേഷനുള്ള സമയം ഇവൻ ചോദിച്ചെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കും. എപ്പോഴൊക്കെ പിന്നീട് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാകും എന്നുള്ളത് ഈ പറയുന്ന ഇരകളടുത്ത് തന്നെ ഇവൻ ചോദിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളടുത്ത് തന്നെ ഇവൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ സമയം കൃത്യമായി കണക്ക് കൂട്ടിയിട്ടാണ് ഇവൻ ഈ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുത്തുന്നത് എന്നുള്ളത്. അതായത് ഇവന്റെ കൃത്യമായിട്ടുള്ള അജണ്ട ഒന്നുമല്ല ഈ പെണ്ണ് ഗർഭിണിയാക്കണമെന്നുള്ളത്. അതായത് ഞാൻ കാരണം മറ്റുള്ള ഒരു ഗർഭിണി അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ഭാര്യയെ ഗർഭിണിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, ഒരു സൈക്കോപാത്തിന്റെ ഒരു മാനസിക, അതുമല്ല ആ കുഞ്ഞിനെ കൊല്ലുക എന്നും കൂടി പറയുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വരുന്നതിന് മുമ്പേ അതുവരെ എൻ്റെ ആ മകനെ കുറിച്ച് അല്ലെങ്കിൽ പിറക്കാൻ പോകുന്ന മക്കളെ കുറിച്ച് വളരെ വലിയ വാചാലയവും സ്വന്തം പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാവുകയും അപ്പോഴേക്ക് അച്ഛനാവും പേരിടുക വരെ ചെയ്യാണ്. മനസ്സിലായി? അത്രയ്ക്ക് സ്നേഹിച്ച് ഇവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴാണ് ഇവന്റെ മൈൻഡ്. പിന്നെ ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ളതാണ്, അല്ലേ? അത് പുറത്തു വരുന്ന മുമ്പേ, അത് ഭൂലോകം കാണുന്ന മുമ്പേ അതിന്റെ ആ ഭ്രൂണത്തെ അവിടെ വെച്ച് നശിപ്പിക്കുക എന്നുള്ള ഇവന്റെ ഒരു വളരെ വളരെ ക്രിമിനലായിട്ടുള്ള മെന്റാലിറ്റിയുള്ള ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു സൈക്കോപാത്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതിന് 100% ഒരു മാറ്റവും ഇല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവൻ ഗർഭിണിയാക്കത്തില്ലെന്നേ. ഇവന്റെ കാര്യം കഴിഞ്ഞ് പോരാ പോലെ ഇവൻ എന്തിനെ ഗർഭിണിയാക്കുന്ന? ഗർഭിണിയാക്കിയ കുഞ്ഞിനെ അവൻ എന്തിനു കൊല്ലുന്നു? അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അങ്ങനെ പലവരും ഇതുപോലെ പിന്നെ ഇതേ ഒരു ദുരനുഭവം നേരിട്ട പലവരും ഉണ്ട്. അപ്പോൾ ഇപ്പൊ വന്ന ഈ ഒരു ന്യൂസും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവൻ ഇതിനു വേണ്ടിയിട്ടാണോ, തന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും തന്റെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ല ഇങ്ങനെ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശസ്തി ഉണ്ടാക്കും, ഞാൻ ഉന്നതങ്ങളിലേക്ക് പോകും, അതായത് കെ സുധാകരൻ അങ്ങനെ ആയിരിക്കും വന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇവനിൽ വന്ന് പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവൻ ഈ പറയുന്ന പെണ്ണുങ്ങളെ ഗർഭിണിയാക്കുകയും ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിനെ കൊല്ലുന്നതും എന്നുള്ളത് വളരെ വളരെ വാലിഡായിട്ടുള്ള വളരെ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമാണ്. അതെ, അപ്പൊ ഇത് SIT വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.